ഹലോ, ഈ ഒരു ക്രിസ്മസ് ട്രീ ബോട്ടിൽ ആർട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് തെർമോക്കോൾ ബോൾസ് അല്ല. അതിന് പകരം ദേ ഈ ഒരു ഐറ്റാണ്. ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത് പൊട്ടിയ ബലൂൺസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ പൊട്ടിയ ബലൂൺ ആരും ഇനി വേസ്റ്റിൽ കളയണ്ട, നമുക്ക് യൂസ്ഫുള്ളാക്കി എടുക്കാം. ഇത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പ്രിൻ്റ് ഉള്ള ബലൂണിനേക്കാൾ നല്ലത് പ്രിൻ്റ് ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ബലൂൺസാണ്. പ്രിൻ്റ് ഉള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതൊന്ന് മറുഭാഗം മറിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് പഴയ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പഴയ എഴുതിയ ബുക്കിൻ്റെ പേപ്പറോ എന്തെങ്കിലും എടുക്കാം കേട്ടോ. അത് ചെറിയ ബോൾസായിട്ട് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു കീറിയെടുത്ത ബലൂണിൻ്റെ പീസിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചുരുട്ടിയെടുത്തപ്പോൾ ചെറിയ ബോളായിപ്പോയി. അപ്പോൾ കുറച്ചും കൂടി സൈസ് ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലാണ് കറക്റ്റ് നമ്മുടെ തെർമോക്കോൾ ബോൾസിൻ്റെ ആ ഒരു സൈസായിട്ട് ഫീൽ ചെയ്യുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്ക്കുന്ന നൂലുണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി കെട്ടിയില്ലാന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ഒരു 5-6 പ്രാവശ്യം ഒന്ന് വരിഞ്ഞു കൊടുത്താൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുല്ലപ്പൂ കെട്ടുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി എന്നിട്ട് എക്സസൈസ് വരുന്ന ആ ഒരു ബലൂണിൻ്റെ ഭാഗവും ഈ ഒരു ത്രെഡിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കാം. അടിപൊളി ഒരു തെർമോക്കോൾ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വയ്ക്കുമ്പോൾ ആരെങ്കിലും പറയൂ ഇത് തെർമോക്കോൾ ബോളല്ല എന്നുള്ളത്. അപ്പോൾ കാശ് കൊടുത്ത് ഇനി ആരും തെർമോക്കോൾ ബോൾസ് ഒന്നും വാങ്ങിക്കണ്ട. ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള സൂത്രപ്പണികൾ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ബലൂൺസ് വെറൈറ്റി കളേഴ്സിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കാണാൻ കുറച്ചും കൂടി ഭംഗി. എനിക്കാകെ 3 കളേഴ്സ് മാത്രമാണ് കിട്ടിയിട്ടുണ്ടായത്. 2 വലിയ ബലൂണായിരുന്നു. ഒരെണ്ണം ലൈറ്റ് പിങ്കും ഒരെണ്ണം റെഡും. 2ലും പ്രിൻ്റ് ഉള്ളതായിരുന്നു. പക്ഷെ നമ്മൾ പ്രിൻ്റുള്ള ഭാഗമല്ല, പ്രിൻ്റ് ഇല്ലാത്ത ഭാഗമാണ് പുറത്തേക്കായിട്ട് വെച്ചത്. പിന്നെ ഞാൻ എടുത്തതൊരു ബ്ലൂ കളറിലുള്ളൊരു കുഞ്ഞു ബലൂണാട്ടോ. ആ ഒരു ബലൂൺ വാട്ടർ ബലൂണായിരുന്നു. വാട്ടർ ബലൂൺ എടുക്കുന്നതിനേക്കാളും ഭംഗി കൂടുതൽ ഇതുപോലുള്ള വലിയ ബലൂൺസ് എടുക്കുമ്പോഴാട്ടോ. ഇത് ഓൾറെഡി ഞാൻ ആ ഒരു ക്രിസ്മസ് ട്രീ ബോട്ടിൽ ആർട്ടിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ വലിയൊരു ക്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു സംഭവം പറഞ്ഞാൽ എല്ലാവരിലേക്കും എത്തണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ മാത്രമായിട്ട് ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തംബ്നെയിൽ കാണുമ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ റെഡ് കളർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിങ്ക് കളറും സെറ്റാക്കിയിട്ടുണ്ട്. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്ലൂ കളറിലുള്ള വാട്ടർ ബലൂൺ. ഇതിൻ്റെ സ്കിന്നിൽ നിന്ന് ഭയങ്കര കട്ടി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ബോളിന് നല്ലൊരു കളർഫുൾ നമുക്ക് ഫീൽ ചെയ്യില്ല, ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഉള്ളിൽ വയ്ക്കുന്ന ആ ഒരു പേപ്പറിൻ്റെ കളറായിരിക്കും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. അതിനൊരു സൂത്രപ്പണിയുണ്ട്. ഈ ഒരു പേപ്പറിൻ്റെ മുകളിൽ ആദ്യം 2 കോട്ട് ഈ ഒരു ബ്ലൂ കളർ തന്നെ ഒന്ന് ചുറ്റിക്കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഈ ഒരു ബ്ലൂ കളർ ചുറ്റി കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇനി എല്ലാവരും പൊട്ടിയ ബലൂൺസൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിക്കോട്ടോ. ഇതുപോലുള്ള ഐഡിയാസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ബോളിൻ്റെ ലുക്ക് ഇല്ലെങ്കിലും ഈ ഒരു ക്രിസ്മസ് ട്രീയിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ നല്ല അടിപൊളി ലുക്കാണ്. പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ ബലൂൺ ആയതുകൊണ്ട് തന്നെ ഇത് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ ബേർഡ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. എനിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു, അത് ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് എല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. ഇനി ഈ ഒരു പിസ്ത ഷെല്ലിലേക്ക് ഇതുപോലെ ഒന്ന് വച്ചു കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഇപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ബലൂണിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചെറിയൊരു ബോളല്ലേ, അതുകൊണ്ട് ഗ്ലൂ ഗൺ ഇതിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കയ്യിലായി ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടാണ്. ഇനി ബലൂൺസൊക്കെ പൊട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുതേ. അതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലാസ്റ്റിക് ബോട്ടിലും പിസ്താഷ്യലും യൂസ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് ട്രീയിലാണ് ഈ ഒരു തെർമോക്കോൾ ബോൾസ് ഞാൻ പരീക്ഷിക്കുന്നത്. അത് എന്തായാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ക്രാഫ്റ്റാണ് ചെയ്യുന്നത് അതിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു ഫോർ വാച്ചിങ്.